ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഞാൻ ബാത്റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഡോർ ഉറക്കാൻ പോയപ്പോൾ മീഡിയ അവിടെ വന്നിട്ട് ഫോണുമായിട്ട് അത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ബാത്റൂമിൽ പോയിക്കോട്ടെ പ്ലീസ് ചേട്ടാ. ഒന്നില്ലെങ്കിൽ ജീവിതം തകർന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും? ദർ ഇസ് ഓൾവേസ് അനദർ ഓപ്ഷൻ ഇൻ യുവർ ലൈഫ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഞാൻ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അയ്യോ എൻ്റെ ജീവിതം തീർന്നു അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. ഈസിലി ഡിപ്രസ്ഡ് ആവാൻ പറ്റുന്നൊരു ഫീൽഡാണ് സിനിമ. കാരണം സക്സസ്, ഫെയിലിയേഴ്സ് ഇതെല്ലാം ഓൺ ആൻഡ് ഓഫ് ആണ്. ഭയങ്കര അൺസർട്ടൻ ആണ്. സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ടാവും. ആദ്യമൊക്കെ ഭയങ്കര വഴക്കായിരിക്കും. ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഭയങ്കര നമ്മളിങ്ങനെ മെഷറൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും. അടിക്ക് പെറുക്കി എടുത്തിട്ടുണ്ടോ? പിന്നെ സാധനങ്ങൾ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ ലിപ്സ്റ്റിക് അവളുടെ ലിപ്സ്റ്റിക് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല, എന്റെ ലിപ്സ്റ്റിക് അവൾ ഉപയോഗിക്കാൻ പാടില്ല. നമിത പ്രമോദ് മാരേജ്. എനിക്ക് ഫാമിലി കോൺസെപ്റ്റും കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം കറക്റ്റായിട്ട് സിങ്കായി പോയി ഞാൻ മെന്റലി അതിന് റെഡി ആകുമ്പോൾ ഓക്കെയാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡിവേഴ്സ്. ഞാൻ നല്ല അടിപൊളി ഓവർ തിങ്കറാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ മറ്റേ കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ എനിക്ക് കുളിരൊക്കെ തോരുന്നത് എനിക്ക് കല്യാണാലോചനകളുമായിട്ട് വരുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ, അച്ഛനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതകം വരെ അയച്ചു തരും. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. വിക്രമാദിത്യൻ സിനിമയിലെ ആ ക്യാരക്ടർ വന്ന ട്രോളുകൾ, തേപ്പുകാരി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പ്രേംലൂല മമിതയുടെ ക്യാരക്ടർ, അനുശ്രീയുടെ ക്യാരക്ടർ നൈസ് ബിക്കോസ് ആ സിനിമകളൊക്കെ ഹിറ്റാണ്. പിന്നെ നമ്മൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രാക്ടിക്കലി ഇത് വേണം അത് വേണം ഇത് വേണം അത് വേണം നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം തന്നെ. നമിത പ്രമോദാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. താങ്ക് യു. നമിതേനെ ആദ്യം കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു മഞ്ഞ വെളിച്ചത്തിൽ ഒരു കണ്ണാടിക്ക് മുൻപിൽ ദുൽഖറിന്റെ കൂടെ മഴനില കുളിരുമ എന്ന് പറഞ്ഞ ആ പാട്ടിലെ അതിലെ ആ ഒരു ഫ്രെയിമാണ്. അതാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഇപ്പം 2 കോടി ആളുകൾ ആ പാട്ട് കണ്ടു കഴിഞ്ഞു. ഫേവറേറ്റ് സോങ് ആണോ നമിതേണ്ടത്? ഇഷ്ടമുള്ള സോങ് ആണ്, ഫേവറേറ്റ് അല്ല. എനിക്ക് ലക്ലി എനിക്ക് കുറച്ച് നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്, അതെ, ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതില് എനിക്ക് ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. വളരെ ചെറുപ്പത്തില് സീരിയലില് അഭിനയം തുടങ്ങി. അതിനുശേഷം മലയാളത്തിൽ വരുന്നത് ഒരു വഴിത്തിരിവായിട്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ട്രാഫിക് എന്ന സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വരികയാണ്. കുട്ടിയായി, അതുപോലെ കൗമാരം, യൗവനം ഒക്കെ സിനിമയിൽ സജീവമായിട്ട് തന്നെ നിൽക്കുന്നു. ഈ സിനിമയിൽ വന്ന മാറ്റങ്ങൾ പോലെ തന്നെ നമിതയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഈ ഇത്രയും വർഷത്തിനിടയിൽ? ആക്ച്വലി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്കൊരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇതിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ എൻ്റെ ഗ്രോത്തിന്റെ പല സ്റ്റേജസും ഇൻഡസ്ട്രിയിൽ തന്നെ ആയിരുന്നു. അപ്പൊ എനിക്കതൊരിക്കലും ഇത്ര നാളായി ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇന്റർവ്യൂസ് വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി റീകളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഫീൽസ് വെരി നൈസ്. ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി. ഒരുപാട് നോർമലി ഒരാൾക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ എക്സ്പോഷർ ആ സമയത്തൊക്കെ എൻ്റെ ഒരു പ്രായത്തിൽ ഒരാൾക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പേഴ്സണലി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈക്ക് വാട്ട് ഐ ആം ടുഡേ റൈറ്റ് നൗ ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഫിലിംസ്. സിനിമ ഇൻഡസ്ട്രി കാരണമാണ്. അപ്പോൾ ഞാനത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ആളുകൾ ഇപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടാണല്ലോ സിനിമ ഇപ്പോഴും വരുന്നത്. അപ്പോൾ അതൊരു മേജർ ഫാക്ടർ. പിന്നെ ക്യാരക്ടർ വൈസ് നമുക്ക് കുറേ കുട്ടിത്തെ എപ്പോഴും ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷെ കുറേ മാറ്റങ്ങൾ പേഴ്സണലിയും വന്നിട്ടുണ്ട്, പ്രൊഫഷണലി വന്നിട്ടുണ്ട്, പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ബിസിനസ് ഇതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ തുടങ്ങണമെന്നൊന്നും അങ്ങനെ ഒരു ലൈക്ക് ഒരു തോട്ട് പോലും എൻ്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും വന്നിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നു. ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. ഈ എല്ലാ കാര്യങ്ങളും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ലൈഫിൽ എന്ത് വന്നാലും ഓക്കെ യെസ് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. തോന്നല്ല, പ്രത്യക്ഷത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യക്ഷത്തിൽ മാത്രം. എങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഒരു സിനിമയിൽ വരുന്നു, അല്ലെങ്കിൽ സിനിമയിൽ സജീവമായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സിനിമ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സൈഡായിട്ട് നമ്മൾ 2 ബിസിനസ് തുടങ്ങണു, അതിൻ്റെ കാര്യമായിട്ട് പോകുന്നു. അപ്പം സിനിമ എപ്പോഴും ഒരു പ്രയോറിറ്റി ആണോ? എങ്ങനെയാ? സിനിമ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് കാണുന്ന കാര്യമാണ്. കാരണം എനിക്ക് ആ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന മൊമെന്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബിസിനസ്സും ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഒരിക്കലും ഇപ്പം സിനിമ ഇല്ലെങ്കിൽ അടുത്തത് അയ്യോ ഞാനിനി എന്ത് ചെയ്യും അങ്ങനെ സ്ട്രെസ്ഡ് ഔട്ടായിട്ട് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എനിക്ക്
എഡ്യൂക്കേഷൻ ഉണ്ട്, പഠിത്തമുണ്ട്, സിനിമയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജോലി എടുക്കാൻ ഒരു കുഴപ്പമില്ല. ബിസിനസ് തുടങ്ങിയത് ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല നടക്കുന്ന. അപ്പോൾ ഒന്നില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. ഒന്നില്ലെങ്കിൽ ജീവിതം തകർന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും? നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ ദർ ഇസ് ഓൾവേസ് അനദർ ഓപ്ഷൻ ഇൻ യുവർ ലൈഫ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഞാൻ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അയ്യോ എൻ്റെ ജീവിതം തീർന്നു അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. ചില്ലായിട്ട് ഓക്കെ, ഒന്നില്ലെങ്കിൽ അടുത്തുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ ഇൻപുട്ട് അതിനു വേണ്ടി കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഔട്ട് ഓഫ് പാഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. എപ്പോഴും ഈ ബിസിനസ് ആയാലും അഭിനയായാലും ഒരു കരിയർ ഉണ്ടല്ലോ. അതിപ്പം ബാക്കി ഞങ്ങളെ പോലെ പെൺകുട്ടികൾക്ക് എപ്പോഴും കൊള്ളാലോ ഇത്. ഇപ്പോൾ കഫേ തുടങ്ങാന്ന് പറയുന്നത് നമ്മളെല്ലാ പെൺപിള്ളേരും എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും, ഒരു ആഗ്രഹമായിരിക്കും നമുക്കൊരു കഫേ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം. അതുപോലെ തന്നെ ഒരു 90% ആളുകളായിരിക്കും സിനിമയിൽ എത്തണം എന്ന് പറയണം. പക്ഷെ അതൊരു ലക്കും ഈ പറഞ്ഞ ഹാർഡ് വർക്കിംഗ് റിസൾട്ടൊക്കെ പോലെ തന്നെ വളരെ കൂളായിട്ട് ആഗ്രഹിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും സ്വപ്നം കണ്ടിട്ടില്ല ഈ സിനിമയിലെത്തുക, അല്ലെങ്കിൽ ഇതും ആഗ്രഹിക്കുന്ന പല കാര്യം ലൈഫിൽ വരിക എന്ന് പറയില്ലേ. അതായത് ഇപ്പം സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചില്ല, പക്ഷെ സിനിമയിലെത്തി. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് പോകുന്നു വിചാരിച്ചു, പക്ഷെ ബിസിനസ് വുമണായിട്ട് നടന്നു. അങ്ങനെ ലൈഫിൽ ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്ന സമയത്ത് എങ്ങനെയാ അതിനെടുക്കുന്ന രീതി എങ്ങനെയാ? മേ ബി നമുക്ക് ദൈവം കൊണ്ട് തരുന്ന കാര്യങ്ങളായിരിക്കാം. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായി. ഇതൊരു ജേണിയാണ്. എനിക്ക് ആക്ച്വലി ആ ഒരു ഗോൾ എന്നല്ലാതെ ഞാൻ അതിൻ്റെ ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്ത് പോകുന്ന ആളാണ്. ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ കുറേ സ്ട്രഗിൾസ് ഉണ്ട്. ആ സ്ട്രഗിൾസ് ആണെങ്കിലും ചെറിയ ചെറിയ ഫ്ലോസ് ആണെങ്കിലും എല്ലാം അത് എൻജോയ് ചെയ്ത് ആ മൊമെൻറ്റിൽ പ്രസൻ്റ് ആയി പോകുന്നതാണ്. നാളെ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കാൻ ചെയ്യുക, പക്ഷെ അത് ഞാൻ ഭയങ്കര വെൽക്കമിങ് ആണ് എന്താണെങ്കിലും. അപ്പോൾ സിനിമ, ബിസിനസ് ഇതെല്ലാം ഞാൻ ടീച്ചിങ് എന്തെങ്കിലും ചെയ്യുന്ന വിചാരിച്ച ഞാൻ സീരിയസ്ലി കഴിഞ്ഞ് അതിന്റെ തന്നെ എനിക്ക് സോഷ്യോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ബാക്കി MPhil PhD അങ്ങനെ എന്തെങ്കിലും പോയി അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. മേ ബി ഇതായിരിക്കാം ഞാൻ ചെയ്യാൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫേറ്റ് ഇല്ലേ. എൻ്റെ ഒരു ഇതായിരിക്കാം, ഇൻഡസ്ട്രി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഞാൻ ഡൈവേർട്ടായി പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ തിരിച്ച് വന്നുകൊണ്ടേയിരിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാമറയ്ക്ക് മുൻപിലെത്തി. ഇപ്പം എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് മറുപടി പറയാം. അതാണ് എപ്പോഴും നമിതേനെ ഞാൻ ഇന്റർവ്യൂസ് കാണാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പറയുന്നത് ഭയങ്കര ക്ലാരിറ്റിയോട് തന്നെ പറയും. അത് കാണുന്ന സമയത്ത് കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടിയാണെന്നൊക്കെ പലപ്പോഴും ജഡ്ജ് ചെയ്തിപ്പെടാം. അങ്ങനെ ചിലപ്പോൾ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും ആളുകൾ. പക്ഷേ ഈ നമ്മുടെ ആളുകളെടുത്ത് ഇടപെടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിപ്പോൾ വളരെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും വർഷം മുമ്പ് സിനിമയിൽ എത്തിയിട്ട് അതിൽ നിന്ന് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല സിനിമയിൽ നിന്ന്, വളരെ കുറച്ച് ഫ്രണ്ട്സ്, വളരെ ചൂസി ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എങ്ങനെ ഈ സിനിമയിലെത്തി ഈ സിനിമയിൽ നിന്ന് നമ്മൾ ഓരോ വർഷങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കും, തിരിച്ച് പഠിപ്പിക്കാറുണ്ട്. നമിത എന്ന ഒരു പെൺകുട്ടിയെ സിനിമ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? കുറേ കാര്യങ്ങൾ. എനിക്കത് പെൺകുട്ടി അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്നത് മൊത്തം എൻ്റെ ഒരു ഗ്രോയിങ് ഫേസ് മൊത്തം ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് യു ഷുഡൻറ്റ് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ്. നമുക്ക് ഒരു ഓവർനൈറ്റ് സക്സസ് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊരു ഒരുപാട് പ്രൊലോങ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു 3-4 പടം പൊട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. വീണ്ടും താഴെ വരും, വീണ്ടും പോവും. പിന്നെ ഇപ്പോൾ എല്ലാ സീസണൽ ആക്ടേഴ്സാണ്. കുറച്ച് നാൾ കുറച്ച് പേരെ കാണാം, പിന്നെ കുറച്ച് നാൾ കാണാൻ പറ്റില്ല, വീണ്ടും അടുത്ത ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഇതൊന്നും ശാശ്വതമല്ല, അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു മേജർ ഒരു സംഭവമാണ്. അത് സൂപ്പർ സ്റ്റാർസ് ആണെങ്കിലും ആരാണെങ്കിലും ജേർണി ഇങ്ങനെയാണ് സിനിമയിൽ. പിന്നെ സിനിമേനെ ഒരു ആർട്ട്, ഞാനൊരു പ്രൊഫഷൻ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഫഷൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ലൈഫ് മറ്റേ ഇത് മാത്രമാണ്, എനിക്കിതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി മോശം ഒരു ഫേസ് വരുമ്പോഴും എനിക്കത് ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളൊന്നുമല്ല. പിന്നെ പങ്ക്ച്വാലിറ്റി, അത് ഞാൻ അത്യാവശ്യം നോക്കുന്ന ആളാണ്. കറക്റ്റ് സമയത്തിന് പറഞ്ഞ സമയത്തിന് പോവാൻ നോക്കും. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ടൂ മെനി ഫ്രണ്ട്സ്, കാരണം ഞാൻ ഹാങ് ഔട്ട് ചെയ്യുന്നതൊക്കെ കുറവാണ്. ഞാൻ പുറത്ത് ഇപ്പം സിനിമ റിലേറ്റഡ് അങ്ങനത്തെ ഇവൻറ്റ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഓഡിയോ ലോഞ്ച് അങ്ങനെ അല്ലാതെ ചെറിയ ചെറിയ പാർട്ടീസ്, ഹോം പാർട്ടീസ്, അങ്ങനത്തെ ഇതിനൊന്നും
പോകാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സോഷ്യലൈസ് ചെയ്യണ കുറവായോണ്ടായിരിക്കും എനിക്ക് സിനിമയിൽ നിന്ന് ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. ഇപ്പം സിനിമയിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ സിനിമകൾ വിജയിക്കാം, ചിലപ്പോൾ വിജയിക്കാതിരിക്കാം. ഒരു സമയത്ത് നമിതയാണ് നായിക എന്ന് പറയുന്നത് ഒരു സിനിമ വരുമ്പോൾ നമിതയാണ് നായിക, നമിതയാണ് നായിക, അന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാം എന്നൊരു പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകളും വിജയിക്കും, വിജയിക്കാതിരിക്കും. അപ്പം എപ്പോഴെങ്കിലും സിനിമ വിജയിക്കാതിരിക്കുന്ന സമയത്ത് ആളുകളിൽ എൻ്റെ സിനിമ തിയേറ്ററിൽ ആളുകളെ പോയി കാണാൻ പറ്റാത്ത സിറ്റുവേഷനിലെ സമയത്ത് വിഷമം തോന്നും. അതിനെങ്ങനെ എടുക്കുന്ന രീതി എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. ഞാനൊരു സിനിമ കണ്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ മോശവശങ്ങൾ എന്താ നോക്കിയിട്ട് അടുത്തതിൽ ചെയ്യാൻ നോക്കും. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞില്ല, ആ മൊമെന്റിൽ നിന്നിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലാക്കി അത് ടാക്കിൾ ചെയ്ത് അടുത്ത ഞാൻ നെക്സ്റ്റ് എന്ന് ചിന്തിക്കണ ആളാണ്. അതിൽ നിന്ന് കഴിഞ്ഞാൽ സിനിമ ഭയങ്കര അൺസർട്ടൺ ആയിട്ടൊരു ഫീൽഡാണ്, ഭയങ്കര അൺസർട്ടൺ ആണ്. ഞാൻ കുറേ പേര് ലൈക്ക് പീപ്പിൾ ഗെറ്റ് വെരി ഡിപ്രസ്ഡ്, ഈസിലി ഡിപ്രസ്ഡ് ആവാൻ പറ്റുന്നൊരു ഫീൽഡാണ് സിനിമ. കാരണം സക്സസ് ഫെയിലിയേഴ്സ് ഇതെല്ലാം ഓൺ ആൻഡ് ഓഫ് ആണ്, ഭയങ്കര അൺസർട്ടൺ ആണ്. അതുകൊണ്ട് ഐ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് അത് ഒരിക്കലും എന്നെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ സ്വഭാവം അങ്ങനെയല്ല, എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അടിമുക്കപ്പ്യാരെ കൂട്ടുമണി ഇപ്പൊ 2015 ഇപ്പൊ 2020 10 വർഷങ്ങൾ കഴിഞ്ഞു. എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ അതിലെ കോമഡി സീനുകളൊക്കെ നമ്മൾ നിരന്തരം കാണുന്നത്. പക്ഷെ ഒരൊറ്റ തവണ ആ സിനിമ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഞെട്ടി. അത് കഴിഞ്ഞ് ഗ്ലിംസസ് ഞാൻ കണ്ടിട്ടുണ്ട്, സിനിമ മൊത്തമായിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു 10 വർഷം ഉണ്ടല്ലോ, 10 വർഷത്തിനിടയിൽ നമിതയുടെ ഒരു സക്സസ്ഫുൾ കരിയർ എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ? എനിക്കറിയില്ല, ഞാൻ ഇതിലുള്ളതുകൊണ്ട് ലൈക്ക് ഞാൻ അതിനെപ്പറ്റിയൊന്നും സത്യം പറഞ്ഞാൽ ആലോചിക്കാറില്ല. സിനിമ വരുന്നു, ചെയ്യുന്നു, മാക്സിമം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കുന്നു, പെർഫോമൻസ് നന്നാക്കാൻ തോന്നുന്നു, അത് കണ്ടംപററീസിന്റെ പെർഫോമൻസ് കാണുന്നു, നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സാണ് എൻ്റെ. അതൊരു ഓൺഗോയിങ് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് അത്രയും ആധ്യാത്മികമായിട്ട് അത്രയും കീനായിട്ടൊന്നും ഞാൻ എൻ്റെ ലൈഫ് എത്രത്തോളം സക്സസ്ഫുൾ ആയി അങ്ങനെ നോക്കാറില്ല. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിക്ക് അങ്ങനെ നോക്കുന്നത് സത്യത്തെ ഇഷ്ടമല്ല. ഞാൻ ആ സക്സസ് വന്ന് അത് എൻജോയ് ചെയ്യും, ഞാൻ ഭയങ്കര അടിപൊളിയാക്കി അങ്ങനത്തെ ആഷ്പൂഷ് എൻജോയ്മെന്റ് അങ്ങനെയൊന്നുമല്ല. ഞാൻ ആ മൊമെന്റ് എൻജോയ് ചെയ്യും. ഒരു സാധനം വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് വർക്കൗട്ട് ആയില്ല, അത്രേ ഉള്ളൂ. അടുത്ത പടം നോക്കും, അങ്ങനെയുള്ളൂ. ഇപ്പൊ ആക്ട്രസ് ആകുമ്പോൾ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ട്രോള് വരാൻ സാധ്യതയുണ്ട്. ആളുകൾ അത് ഇപ്പൊ തന്നെ ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഷേക്ക് ആൻഡ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ക്യാമറ കണ്ണുകളുണ്ട്, എപ്പോഴെങ്കിലും ഒപ്പിയെടുക്കാം. അപ്പൊ അതിനെപ്പോഴും തയ്യാറായിരിക്കുമോ? ചുറ്റും ക്യാമറകളുണ്ട്. ഈ പണ്ട് ഈ പറഞ്ഞ മാളിലൊക്കെ പോകുമ്പോൾ അയ്യോ അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാനും സിസ്റ്ററും അമ്മയും കൂടി ഞങ്ങള് സിനിമ കാണാൻ വേണ്ടിട്ട് ഒരു മോളിൽ പോയ സമയത്ത് ഞാൻ ബാത്റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഡോറ് എനിക്ക് വാഷ്റൂമിൽ പോലും അർജന്റായിട്ട് ഞാൻ ഡോറ് തുറക്കാൻ പോയപ്പോൾ മീഡിയ അവിടെ വന്നിട്ട് വേറെ ഏതൊക്കെയോ ഒരു ഗ്രൂപ്പ് ഓഫ് മീഡിയ അല്ല, യൂട്യൂബ് ആണെന്ന് തോന്നുന്നു, ഫോണുമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ബാത്റൂമിൽ പോയിക്കോട്ടെ പ്ലീസ് ചേട്ടാ. അതിനുശേഷം പിന്നെ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ സിസ്റ്റർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവള് അതുമായിട്ട് ഒട്ടും എക്സ്പോസ്ഡ് അല്ലല്ലോ, മീഡിയ അങ്ങനത്തെ ഇതുമായിട്ടൊന്നും ഒരു റിലേഷനും ഇല്ല. അപ്പൊ പുള്ളിക്കാരത്തെ ഇങ്ങനെ നോക്കുക, അതായത് നോക്കി ദഹിപ്പിക്കാൻ പോലെ നോക്കുക. കാരണം അവക്ക് അത് അറിയില്ല, പക്ഷെ നമ്മളത് ഭയങ്കര യൂസ്ഡ് ആണ്. അപ്പം ഈ ഒരു പരിധിവരെ നമ്മൾ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്, ഫോർ മീഡിയ പ്രൊമോഷൻസ് അല്ലാണ്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. പ്രിപ്പേർഡ് ഒന്നും അല്ല, പക്ഷെ ആദ്യമൊക്കെ ഈ ട്രോൾസ് ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എഫക്റ്റ് അല്ല, നമുക്കൊരു അയ്യോ നമ്മളെ കുറ്റം പറയുകയാണല്ലോ ഇൻഡയറക്ട്ലി, അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ എഫക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നോക്കാറ് പോലും ഇല്ല, അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ ട്രോളൊക്കെ പ്രൊമോഷൻ ആയിട്ടാണല്ലോ ആളുകൾ എടുക്കുന്നത്. ആളുകൾ നമ്മളെ നോക്കുന്നുണ്ടാണല്ലോ ട്രോൾ എന്നുള്ള രീതിക്കാണ് ഇപ്പൊ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ സിനിമ പ്രൊമോഷൻ വരെ ട്രോൾ ഉപയോഗിക്കുമല്ലോ. എനിക്കൊന്നും അത് ഓരോ ഫേസ് ആണ്. ഇപ്പൊ കുറെ നാൾ ഇപ്പൊ ഫേസ്ബുക്ക്, കുറച്ച് നാള് ഇൻസ്റ്റഗ്രാം, പിന്നെ യൂട്യൂബ്, അങ്ങനെ 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 കുറച്ച് നാള് ട്രോൾസ് ആയിരുന്നു മൊത്തം. അങ്ങനെ ഫണ്ണി ആയിട്ട് തോന്നിയ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ ഫാൻസിന്റെ ഇടയില്? അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രപ്പോസൽസ് ഒക്കെ ആയിട്ട് വരിക. ഇപ്പൊ എനിക്ക് കുളിരൊക്കെ തോരുന്നത് എനിക്ക് കല്യാണാലോചനകളുമായിട്ട് വരുമ്പോ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ, അച്ഛനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഇപ്പൊ കല്യാണം ജാതകം വരെ അയച്ചു തരും. അതൊക്കെ കാണുമ്പോ ഒരു സന്തോഷം തോന്നും.
പെൺപിള്ളേർ അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പ്രപ്പോസൽസ് വരുമല്ലോ. കാരണം നമുക്ക് ഇപ്പൊ മൂഡ് സ്വിങ്സ് ആയ ഓ സമയത്ത് എല്ലാവർക്കും വരുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും. ഇപ്പൊ നമുക്ക് മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇവരുടെ മെസ്സേജ് അങ്ങനെ നോക്കാറുണ്ടോ? ഞാൻ റിക്വസ്റ്റ് ഇടയ്ക്ക് നോക്കാറുണ്ട്. അപ്പൊ ചിലര് കണ്ടിന്യൂസ് ആയിട്ട് അയക്കുന്നവരുണ്ട്. ഇങ്ങനെ വൈഫ്, ഐ ലവ് യു വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് അയക്കുന്നവരുണ്ട്. ഞാൻ ഓഹോ വൈഫ് ആയല്ലോ നേരത്തെ. അതൊന്നല്ല, ഒരു 5 പേര് അയക്കുന്നു. ഒരുപാട് പേര്. അപ്പൊ നമ്മളെ മറ്റേ ഓ വി ആർ ഉണ്ട്. ഇവ ട്രോളുകൾ പറയുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള വിക്രമാദിത്യൻ സിനിമയിലെ ആ ക്യാരക്ടർ വന്ന ട്രോളുകൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടത്. അത്രയും എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യത്തിൽ തീരുമാനമില്ലാത്തൊരു കുട്ടി, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഇത്രയും അൺമെച്യൂർഡ് ആയിട്ടില്ല, അങ്ങനെ പല അഭിപ്രായങ്ങളായിരുന്നു ക്യാരക്ടർ വന്നത്. പക്ഷെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ കൊങ്ങണി പോലത്തെ ഒരു ലാംഗ്വേജ് അത്രയും അധികം എഫേർട്ട് എടുത്ത് പഠിച്ച് അതൊക്കെ പ്രസന്റ് ചെയ്ത അത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു സിനിമ, ആ ക്യാരക്ടർ ഈ രീതിയിൽ വരുന്ന സമയത്ത് അങ്ങനെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അങ്ങനെ റിലീസ് ചെയ്ത് ഹിറ്റായി 100 ദിവസം കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ട്രോള് വന്നത്. അപ്പൊ അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. അത് ആളുകള് വന്നിട്ടും ആ സിനിമ ഓർക്കുന്നോണ്ടല്ലേ ട്രോളൊക്കെ വരുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അതൊക്കെ കണ്ട്, കാരണം അതെന്നെ പേഴ്സണലി എഫക്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. ആ സിനിമ ഹിറ്റാണ്, അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സിനെ. അപ്പോൾ മറ്റേ തേപ്പുകാരി, അങ്ങനത്തെ തേപ്പുകാരി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് കുറെ ഞാൻ ഈ ട്രോള് കണ്ടിട്ട് എന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പ്രേംലൂല മമിതയുടെ ക്യാരക്ടർ, അനുശ്രീയുടെ ക്യാരക്ടർ. ഇറ്റ്സ് നൈസ് ബിക്കോസ് ആ സിനിമകളൊക്കെ ഹിറ്റാണ്. ആ സിനിമകളൊക്കെ ഇപ്പോഴും ആളുകൾ ഡിസ്കസ് ചെയ്യുന്നോണ്ടാണ്, അത് ആളുകളുടെ മൈൻഡിൽ അതുപോലെ നിൽക്കുന്നോണ്ടാണ് ഇപ്പോഴും അതിനെപ്പറ്റി ട്രോൾസും കോൺവെർസേഷൻസ്. എൻ്റെ അടുത്ത് ഇത്രയും സോ മെനി ഇയേഴ്സ് അപ്പാർട്ട് ഇപ്പോഴും ആളുകൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ അതൊന്നും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രാക്ടിക്കലി ഇത് വേണോ, അത് വേണോ, ഇത് വേണോ, അത് വേണോ, നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം തന്നെ. നമ്മൾ പല പെൺകുട്ടികളുടെയും പിൻട്രസ്റ്റ് ആണ് നമിതയുടെ ഇൻസ്റ്റഗ്രാം പേജ്. ആണോ? എന്റെയും. കാരണം നമ്മളിപ്പം വേഗം സെലിബ്രിറ്റീസിന്റെ പേജ് നോക്കി, അല്ലെങ്കിൽ നമിതയുടെ പേജ് നോക്കി, ഈ സാരി കൊള്ളാം, അപ്പൊ അടുത്ത ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ നമുക്ക് സാരി സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഔട്ട്ഫിറ്റ് എടുക്കാം, ഈ രീതിയിൽ പോസസ് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിൻട്രസ്റ്റ് ആയിട്ട് കാണുന്നതാണ് നമിതയുടെ ഇൻസ്റ്റഗ്രാം പേജ്. നമിത അങ്ങനെ ആരുടെങ്കിലും പേജ് ഇതുപോലെ പിൻട്രസ്റ്റ് ആയിട്ട് എടുക്കാറുണ്ടോ? ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ? ഞാൻ നോക്കാറുണ്ട്. എനിക്ക് അതിഥി റാവു ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ വെയർ ചെയ്യാൻ ഇഷ്ടം കുറച്ചുകൂടി ഇന്ത്യൻ അങ്ങനത്തെ സാരീസ്, സൽവാസ്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആക്സസറൈസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാനിങ്ങനെ ഡ്രസ്സിങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എത്നിക് വെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പിൻട്രസ്റ്റ് നോക്കാറുണ്ട്, അല്ലാതെ ഇൻസ്റ്റഗ്രാം കംപ്ലീറ്റ്ലി ഇപ്പോൾ പുതിയ പുതിയ ഡിസൈനേഴ്സിന്റെ കളക്ഷൻസ് അതൊക്കെ നോക്കാറുണ്ട്. അതെനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമുള്ള പരിപാടി. എത്ര നേരം വേണമെങ്കിലും ഞാനത് നോക്കിയിരിക്കും. മേ ബി അങ്ങനെ ചെറിയ ചെറിയ, അതിനൊന്നും പകുതി പോലും എത്തില്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ഇവോൾവ് ചെയ്തതായിരിക്കും. ഇപ്പം പണ്ട് ഇതേപോലെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് ഭയങ്കര ഫാഷനായിട്ട് യൂസ് ചെയ്തിട്ട് ഇന്നത് ഓർക്കുമ്പോൾ ദൈവം ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റേ ഇവിടെ പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ബണ്ണ് പോലെ കിട്ടില്ലേ, അത് ഭയങ്കര ഫാഷനബിൾ ആയിരുന്നു. ദീപിക പടുക്കോൺ ചെയ്ത സമയത്ത് നമ്മള് ദീപിക പടുക്കോൺ, അത് സ്കൂളിൽ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അങ്ങനെ ചെയ്യണേ. +1+2 പിന്നെ മറ്റേ കണ്ണ് മൊത്തം നന്നായിട്ട് എഴുതി റെഡ് ലിപ്സ് ഒക്കെ വെച്ചിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് ഐലാഷ് ഒക്കെ ഭയങ്കര സിനിമയിലല്ല, ഐലാഷ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. മൊത്തത്തിൽ ഒരു യക്ഷി ലുക്ക് വരും. പക്ഷെ അത് ഭയങ്കര ട്രെൻഡായിട്ട് അപ്പം തോന്നി. പക്ഷെ ഇപ്പൊ അത് നോക്കുമ്പോ ഭയങ്കര ബോറായിട്ട് തോന്നാറുണ്ട്. ഇപ്പം നമിതയെ കുറിച്ച് ഒരുപാട് പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ആയിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പം ആദ്യത്തേത് ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത് നമിത പ്രമോദ് ഏജ് ആണ്. ഏജ് പറയാൻ പറ്റുമോ? 28. അങ്ങനെ പ്രായം മറച്ചു വെക്കാൻ അല്ലെങ്കിൽ കൂട്ടി പറയാൻ? ആക്ച്വലി കൂട്ടി പറയുന്നത് എനിക്കൊരു ഹാബിറ്റാണ്. അപ്പൊ വീട്ടിൽ പറയണേ എന്തിനാ പ്രായം കൂട്ടി പറയണേ, എന്തിന്റെ ആവശ്യമാണ് പ്രായം കൂട്ടി പറഞ്ഞിട്ട്? അത് അവരുടെ കൺസേൺ അതല്ല, ഞാൻ കൂട്ടി പറഞ്ഞൊന്നല്ല. എന്റെ പ്രായം കൂടുമ്പോ അച്ഛൻ്റെ അമ്മയുടെ പ്രായം ഒബ്വിയസ്ലി കൂടുമല്ലോ. പക്ഷെ ഇപ്പോഴും അമ്മ ഭയങ്കര യങ്ങാണെന്ന് കേൾക്കുമ്പോ അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അത് കൂടാതിരിക്കാനാണ്, അതാണ് അവരുടെ പ്രശ്നം. ഞാനെന്തോ പറഞ്ഞോട്ടെ, ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കൂട്ടി പറയും, ഇപ്പോഴും കൂട്ടി പറയും. ഇപ്പൊ എത്ര പറയും? ഇപ്പൊ ഞാൻ 29 പറയും. ഒരു വയസ്സ്. കാരണം എനിക്ക് കുറച്ച് മാസമേ കൂടെ ഉള്ളൂ ബർത്ത്ഡേക്ക്. അപ്പൊ ഞാനിങ്ങനെ
കൂട്ടി പറയും. ഈ ഏജ് കൂടുമ്പോൾ ടെൻഷൻ ഉണ്ടോ? അയ്യോ നമ്മൾ ഏജ് ആവാൻ വേണ്ടി പോകുന്നു, തന്ത വൈബ് ആ ഒരു സാധനം എങ്ങനെ അങ്ങനെയുള്ള വൈബ് തന്നു തുടങ്ങിയോ? തന്ത വൈബ് പരിപാടി ഇല്ല, ഇപ്പോഴും ചില്ലാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറേ സ്കൂൾ പിള്ളേരുണ്ട്, കോളേജിൽ ഇപ്പോഴും പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ എൻ്റെ സിസ്റ്ററിന്റെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ്. എൻ്റെ ഫ്രണ്ട്സിൽ പലർക്കും ഞാൻ തള്ള വൈബ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചിലപ്പോ ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ടത്തെ എക്സ്പെക്ടേഷനിലായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവര് ഭയങ്കര എല്ലാരും മിക്കവരും കല്യാണം കഴിച്ചതാ, ഭയങ്കര മറ്റേ കുക്കിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വീട് വൃത്തി ഭയങ്കര കഷ്ടപ്പാടാണ്, രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കുക്ക് ചെയ്ത്. എനിക്ക് അതിനുള്ള സാഹചര്യം വരുന്നില്ല, അമ്മയുള്ളതുകൊണ്ട് അതിനുള്ള സാഹചര്യം വരുന്നില്ല. അപ്പൊ ഞാൻ വേറെ ലെവലായി നിങ്ങൾ. പക്ഷെ നന്നായിട്ട് കുക്ക് ചെയ്ത് എനിക്ക് ഇല്ലേ? പക്ഷെ ഒരു കഫേയൊക്കെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ എനിക്ക് ഫുഡ് ട്രൈ ഔട്ട്, എനിക്ക് കറക്റ്റ് സംഭവങ്ങൾ പറയാനറിയാം. എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യാതെ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കുക്ക് ചെയ്യും. ഭക്ഷണം കറക്റ്റ് എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇതാണ് കുറവ്, ഇതാണ് കൂടുതൽ, ഇറിറ്റേറ്റിംഗ് അതൊക്കെ കറക്റ്റ് പറയും. എനിക്ക് എടുക്ക നമിത എന്ന് മമിത എന്ന് വിളിക്കാൻ തോന്നി. ഈ പേര് എപ്പോഴും എല്ലാവരും മാറി വിളിക്കും. അത് മമിത ഞാനും കൂടെ നിൽക്കുന്ന സമയത്ത് മമിതനെ നമിത വിളിച്ചിട്ടുണ്ട്. ഈ എപ്പോഴും ഇപ്പം നമ്മുടെ ടോവിനോ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി മുകുന്ദ എന്ന് പറഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വേറെ എന്തെങ്കിലും പേര് വിളിച്ചിട്ടുണ്ടോ? നമിത പ്രസാദ്. അച്ഛന്റെ പേര് കൂടുതലും മാറ്റി വിളിച്ചു. ഞാനപ്പോ അത് കേൾക്കുമ്പോ തന്നെ ഓക്കെ. അടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത് നമിത പ്രമോദ് മൂവീസ്. അഭിനയിച്ചുള്ള ഒരു എല്ലാ ഫേവറേറ്റ് സിനിമകളായിരിക്കും, എങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമ. എനിക്ക് പുള്ളിപ്പുലികൾ മാട്ടിൻകൊട്ടി ഇഷ്ടമാണ്, വിക്രമാദിത്യൻ, അടികപ്പേരെ കൂട്ടമണി, പിന്നെ കമാരസംഭവം ടെക്നിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ടെക്നിക്കലി അവർ ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ആസ് എൻ ആക്ടർ വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസസ് ആണ്, നമുക്ക് ആ സ്പോട്ടിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ്. ഈ അടികപ്പേരെ കൂട്ടമണിയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആ സിനിമ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് അതാ. എനിക്കറിയില്ല, അന്ന് വിജയ് ബാബു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഒരു ദിവസം കേൾക്കണം എന്ന്. പിന്നെ അതിനെപ്പറ്റി ഒന്നും അപ്ഡേഷൻസ് വന്നിട്ടില്ല. മേ ബി ആദ്യത്തെ പാർട്ടിനെ കാട്ടി അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് വർക്ക് ആവുള്ളൂ. ആദ്യം അത്രയും രസമായിട്ട് അവർ എടുത്തു വെച്ചേക്കുന്നത്. അപ്പം ആ സ്ക്രിപ്റ്റ് പ്ലോട്ടാണല്ലോ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്ന് സ്റ്റോറി ലൈൻ ഒന്നായി വരാൻ. അത് നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ക്വാർട്ടിസ്റ്റിനെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരു ഇന്നാളോട് വർക്ക് ചെയ്യാൻ അടിപൊളിയാ, ഇനിയും സിനിമകൾ വന്നാൽ ഞാൻ വർക്ക് ചെയ്യും, അങ്ങനെ തോന്നിയ ക്വാർട്ടിസ്റ്റ് ആരെങ്കിലും? ഇവരെല്ലാവരും സത്യം പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ആസ്പെക്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ ആരും ഭയങ്കര ആറ്റിറ്റ്യൂഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ദുൽഖർ ഇസ് വെരി ഗുഡ്, വെരി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത്. ഇപ്പൊ സൗബിക, ദിലീപേട്ടൻ, അയ്യോ ഫഹദിൻ്റെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ പിന്നെ ജയേട്ടൻ, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ, ഇപ്പോൾ ഫഹദും ജയേട്ടനോടെയൊക്കെ അഭിനയിക്കുമ്പോൾ അവർ ഫുൾ ടൈം ഈ സിനിമേനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജുവേട്ടൻ, അവരൊക്കെ ഫുൾ ഓൺ സിനിമ പെർഫോമൻസ് ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഭയങ്കര രസമാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആ ഒരു കണക്ഷൻ കൂടുതൽ തോന്നിയത് ദിലീപേട്ടന്റെ ആ ഒരു കോമ്പിനേഷൻ ആളുകൾക്ക് ചെയ്ത സിനിമകളിലൊക്കെ. അല്ല, ആക്ച്വലി അങ്ങനെയല്ല. ദിലീപേട്ടനോട് പെർഫോം ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. കാരണം കോമഡി ടൈമിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഈസ് എ വെരി കംഫർട്ടബിൾ കോ ആക്ടർ. പക്ഷെ അതുപോലെ തന്നെ ഈക്വലി ബാലൻസ് ചെയ്ത് പോകുന്ന വേറെ ആക്ടേഴ്സ്. നമ്മളൊരു 100% ഇടണം ദിലീപേട്ടന്റെ കൂടെ നിൽക്കുമ്പോൾ സ്പോട്ടിലൊക്കെ. കാരണം പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സും അതുപോലെ തന്നെ അത്രയും പിടിച്ചു നിൽക്കുന്ന ആക്ടേഴ്സാണ്. കോമഡി ടൈമിങ് എല്ലാവരും. അപ്പോൾ എനിക്കത് കോമഡി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില്ല. പക്ഷെ ഇറ്റ് വാസ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഏറ്റവും കൂടുതൽ സെർച്ച് പോയിട്ടുള്ളത് അഗിത പ്രമോദ് സിസ്റ്ററിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സെർച്ച് പോയിട്ടുള്ളത്. അഗിത പ്രമോദ് ഞങ്ങൾ പാറു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഒരു മാച്ചിൽ ഒരു കുടുംബത്തിൽ നിന്ന് വരികയാണെന്ന് പോലും തോന്നാറില്ല. ഹൈറ്റ് തൊട്ട് ലുക്ക് തൊട്ട് എല്ലാം വ്യത്യാസമാണ്. അവളിപ്പോ UK ലിവർപൂളിലാണ്. എൻ്റെ ഏറ്റവും ഇപ്പൊ സിസ്റ്റേഴ്സ് ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളാവുന്നത്. അപ്പോൾ ഇപ്പൊ എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് പാറു. അപ്പൊ നമുക്കിപ്പോൾ അധികം നേരം
സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അവൾ അവിടെയും ഞാൻ ഇവിടെയാ, വർഷത്തിൽ മേ ബി ഞാൻ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ വി ഹാവ് എ വെരി ഗുഡ് റാപ്പോ. ഞാൻ എല്ലാ കാര്യവും ഫസ്റ്റ് അമ്മ അടുത്ത് പറയുന്നതിനെക്കാട്ടി അമ്മയ്ക്ക് അപ്പോൾ പൊസസീവ് ആവും. പാറു എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പൊസസീവ് ആവും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റാപ്പോ കാര്യങ്ങളുണ്ട്. വെരി സ്വീറ്റ്, ലൈക്ക് നമ്മുടെ ഒരു ക്രൈം പാർട്ട്ണർ, നമ്മളുടെ ഒരു ഓൾ ഇൻ ഓൾ, അതാണ് അവള്. ഈ സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ടാവും. ആദ്യമൊക്കെ ഭയങ്കര വഴക്കായിരിക്കും തൊട്ട്. എനിക്കൊരു ചേച്ചിയാ, അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഡ്രസ്സ് എടുക്കുന്നൊക്കെയാ ഭയങ്കര, നമ്മളിങ്ങനെ മെഷറൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും. അടിക്ക് പെറുക്കി എടുത്തിട്ടുണ്ടോ? പിന്നെ സാധനങ്ങൾ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ, ലിപ്സ്റ്റിക് അവളുടെ ലിപ്സ്റ്റിക് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല, എന്റെ ലിപ്സ്റ്റിക് അവൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് നമിത പ്രമോദ് റിലീജിയൻ. റിലീജിയൻ ആണോ റിലീജിയസ് ആണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ അമ്പലത്തിലും പോവും, പള്ളിയിലും പോവും, എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇനി അടുത്തത്, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ, നമിത പ്രമോദ് മാരേജ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മ അവിടെ ഇരിക്കുന്നു, നോക്കണ്ട, ഞാൻ പൊതുവെ ഒരു പ്രായം കഴിഞ്ഞ വീട്ടിൽ നിന്നൊരു വിഷയമുണ്ടല്ലോ, അതുണ്ട്. എനിക്ക് ഫാമിലി കോൺസെപ്റ്റും കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം കറക്റ്റായിട്ട് സിങ്കായി പോയി ഞാൻ മെന്റലി അതിന് റെഡി ആവുമ്പോൾ ഓക്കെയാണ്. എങ്കിലും ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ ഒരു പ്രാപ്തിയാണ്, അല്ലെങ്കിൽ കല്യാണം ഡിസിഷൻ എടുക്കേണ്ടത് ഏതൊരു സമയത്താണ്? അങ്ങനെയൊന്നുമില്ല, അത് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ തീരുമാനമാണ്. എൻ്റെ ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യലി നല്ല ഇൻഡിപെൻഡൻ്റ് ആയി സ്വന്തമായിട്ട് ഒരു ഏർണിംഗ് ഒക്കെ ഉണ്ടായിട്ട് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നേ പറയുള്ളൂ. അങ്ങനെ ഞാൻ പറയുള്ളൂ. മെന്റലി നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഒരാളുടെ ഒരു മെന്റൽ എബിലിറ്റി ആയിരിക്കണം എന്നില്ലല്ലോ വേറൊരാളുടെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. ഓൾറെഡി ഓരോരുത്തരുടെ മനസ്സിലൊക്കെ വൈഫാണ്, വരുന്നില്ല. ശരിക്കും ഇൻസ്റ്റഗ്രാം തുറന്ന് കാണിക്കാമോ? ഇൻസ്റ്റഗ്രാം ഉണ്ട്, പക്ഷെ ശരിയാവും. അല്ല, ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡൊക്കെ പേടിയായതുകൊണ്ടായിരിക്കും അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്ന് ഒരു പ്രായം കഴിയുമ്പോൾ ആളുകളെല്ലാം വിചാരിക്കും മറ്റേ ബോയ് ഫ്രണ്ട് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും അപ്രോച്ച് ചെയ്യാത്തത്. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു വൈബല്ല കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ഭയങ്കര പാവം പോലെയൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. പക്ഷെ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നല്ലേ? നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെയാണെന്ന് ആൾക്കാർക്ക് നോ പറയാനാണല്ലോ മടി ഉണ്ടാവുക. അതെനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ വളർത്തിയേക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. സൊസൈറ്റിയുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ലൈക്ക് ആ ഒരു അച്ചടക്കം, ആ ഒരു അച്ചടക്കത്തൊക്കെ നല്ല കാര്യം തന്നെയാണ്, കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ കിഡ്സ് ആർ മോർ ഇൻ ടു ഈ പീപ്പിൾ പ്ലീസിങ് രീതിക്കായിരുന്നു ഒരു പോയിന്റ്. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് അത് മാറിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ ഒരു പേടിയുമില്ല, ഭയങ്കര എംപവേർഡ് ആയിട്ടുണ്ട്. ശരി, നമ്മുടെ പാരന്റ്സ് എങ്ങനെ നമ്മളെ വളർത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഞാനൊരു അമ്മയാവാണെങ്കിൽ ഇങ്ങനെയൊക്കെ. കാരണം പാരന്റ്സും ഈ പാരന്റിങ് നമ്മളെ പോലെ തന്നെ പേരൻസ് ആയവരല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്ലോസും കാര്യങ്ങളും എല്ലാം. നമ്മൾ പേരൻസ് ആകുമ്പോൾ നമുക്കും ഫ്ലോസ് ഉണ്ടാവും. ഇപ്പൊ ഇത്രയധികം പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഐഡിയാസ് ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? കോമ്പാറ്റബിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഈ ആർഗ്യുമെന്റ്സിന് മേലെ ആർഗ്യുമെന്റ്സ്, അങ്ങനത്തെ ഒരു ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡിവേഴ്സ്. അതുകൊണ്ട് കിട്ടുമ്പോൾ കറക്റ്റ്. പക്ഷെ ഡിവോഴ്സ് ചെയ്യുന്നത് അത്ര വലിയ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് മാച്ച് ആവാൻ പറ്റുന്നില്ല, ഒരിക്കലും സിങ്ക് ആവാൻ പറ്റുന്നില്ലെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ടു ബി അപ്പാർട്ട് റാദർ ദാൻ ബീങ് ടുഗെദർ. പിന്നെ കോൺസെപ്റ്റ് ഒന്നുമില്ല, ഈ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, മറ്റേ ആനതേങ്ങ കോൺസെപ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടാ ലൈഫിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും ടെൻഷൻ അടിച്ച് നമ്മുടെ ലൈഫിനെ കാണുന്നതിനെക്കാട്ടി ഇത്രയും കൂളായിട്ട് അതിനെടുക്കുന്ന. അല്ല, ടെൻഷനൊക്കെ എനിക്ക് നന്നായിട്ട് വരും. ഞാൻ നല്ല അടിപൊളി ഓവർ തിങ്കറാണ്, നന്നായിട്ട് ഓവർ തിങ്ക്. എനിക്ക് തോന്നുന്നു അതിന്റെ മറ്റേ കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അതിനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഒരു ട്രോൾ ഉണ്ട്, നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് 2 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ തിങ്ക് ചെയ്ത് വെച്ചിട്ട്. അത് ആക്ച്വലി മോശമാണ്, പക്ഷെ നല്ലതുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ്. ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ പോസ്റ്റുകളും വരുന്നത്. അപ്പൊ നമ്മുടെ സിനിമ റിലീസ് ആവുന്നുണ്ട്, അതിനൊരു വിശേഷങ്ങൾ പറയൂ. സൗബനിക്കയാണ് മെയിൻ ലീഡ് ചെയ്യുന്നത്. ദിലീഷ് ചേട്ടനുണ്ട്, ധ്യാനുണ്ട്, ശാന്തി കൃഷ്ണ ശാന്തി ചേച്ചിയാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്, മനോജ് ചേട്ടനുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ബിജിമോൾ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്, സജീവൻ എന്നാണ്
സൗബിക്കയുടെ ക്യാരക്ടറിൻ്റെ പേര്. സജീവൻ ഒരു ബസ് കണ്ടക്ടറാണ്, ബിജിമോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവർ കാണുന്നു, പ്രപ്പോസലായിട്ട് വരുന്നു, കല്യാണം കഴിക്കുന്നു. ഇപ്പം നമ്മൾ ട്രെയിലറിന് ടീച്ചർ കാണുമ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കും, പക്ഷെ അതല്ല. സിനിമയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ലാത്തൊരു കോണ്ടന്റ് ഉണ്ട്, ഒരു സംഭവം നടക്കുന്നുണ്ട് ഇവരുടെ ലൈഫിൽ. അതിന് ശേഷമുള്ള ഇവരുടെ ലൈഫാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്തായിരിക്കും സംഭവം എന്നുള്ളത് നമ്മൾ അധികം കണ്ടിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു ഇത് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് പറയാനും പറ്റില്ല, ടീച്ചറിലും അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ് മച്ചാൻ്റെ മാലാഖ. എനിക്ക് ഇച്ചിരി ടോക്സിക്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രമാണ്. ഈ കുറച്ച് പൊസസീവും കുറച്ച് ടോക്സിക്കും അങ്ങനെ. പക്ഷെ ഈ സജീവായിട്ടിൻ്റെ അടുത്ത് ബിജിമോക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു രസമുള്ളൊരു കഥാപാത്രമാണ്. ചെയ്തതിൽ അത്യാവശ്യം ചാലഞ്ചിങ് ആയിരുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാവിധ ആശംസകളും നേരാണ്. ഫസ്റ്റ് ഡേ ഷോയിൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.